Hello guys, how are you? Welcome back. So ഞാൻ സാധാരണ വീഡിയോ ചെയ്യുന്ന സമയത്തല്ലേ വീഡിയോ ചെയ്യുന്നത് 5-6 മണിയായി. ഓക്കെ, നമുക്ക് ക്വാളിറ്റി കിട്ടാറില്ല. സോ ക്ഷമിക്കുക, ക്വാളിറ്റിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, സോ ഇന്ന് സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഒരു ഇൻ്റർവ്യൂ കാണാൻ ഇടയായി. സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണൻ്റെ ഒരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂയുടെ ഫുൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അവിടെ പോയി കാണാൻ. ഒരു അരമണിക്കൂറിലേറെ ഇൻ്റർവ്യൂ ഉണ്ട്. ഓക്കെ, എന്തായാലും ആ ഇൻ്റർവ്യൂവിൽ ചില ഭാഗങ്ങൾ എനിക്ക് ഇങ്ങനെ ഡൈജസ്റ്റിക് ആയില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ മാത്രമേ ഇടാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ സിനിമയോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ റിവ്യൂ ഇടുമ്പം ഇപ്പം മച്ചാന്റെ ഒരു ചിന്തയായിരിക്കത്തില്ല ഞാൻ സിനിമ കാണുമ്പോൾ. ഇപ്പം ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട അത് മച്ചാൻ ഇപ്പൊ ആ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ വ്യക്തിയുടെ അഭിപ്രായമുണ്ട്. മച്ചാന്റെ അഭിപ്രായം വെച്ചാൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇന്നൊരു പടം ഇറങ്ങി അത് പോയി കണ്ടു, അന്ന് വൈകിട്ട് തന്നെ അത് റിവ്യൂ ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അവര് ടോപ്പായിട്ട് നിൽക്കുന്ന റിവ്യൂവേഴ്സിന്റെ റിവ്യൂ നോക്കി ഒരു പക്ഷേ അവർക്ക് നെഗറ്റീവായിട്ട് തോന്നിയാൽ കാണാത്തതുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സിനിമാ മേഖലയെ നമ്മൾ ചതിക്കുന്നതിന് തുല്യമല്ലേ അത്? അതെങ്ങനെ നമ്മളെല്ലാം അക്കൗണ്ട് ഒരു പൊളിറ്റിക്കൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് മൂവി ഇറങ്ങിയ ദിവസം റിവ്യൂ ചെയ്യുക, അല്ലാതെ സിനിമാ മേഖലയെ ചതിക്കുന്നത് പോലല്ലേ. എനിക്ക് മൂവി ഇറങ്ങിയ ദിവസം എങ്ങനെയായാലും യൂട്യൂബിൽ ഒരു മലയാള സിനിമ മൂവി ഇറങ്ങിയാൽ തന്നെ ഒരു 15 വീഡിയോസ് ഫസ്റ്റ് ഡേ വന്നിരിക്കും. ഓക്കെ, അതിൽ റിവ്യൂ ചെയ്യുന്നവരുണ്ടാകും, പബ്ലിക്കായിട്ട് ഒപ്പീനിയൻ ചെയ്യുന്നവരുണ്ടാകും, പബ്ലിക്കിൻ്റെ റിവ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ തിയേറ്ററിൽ ഇറങ്ങുന്നവരുടെ റിവ്യൂ ഉണ്ടാവും, സിനിമ കണ്ട് അപ്പം ഇറങ്ങുന്നവരുടെ പബ്ലിക്കായിട്ടുള്ള ഒരു റിവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ ഇൻഫ്ലുവൻസർമാർ അവരുടെ റിവ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിവ്യൂ സിനിമ ഇറങ്ങിയ ദിവസം കാണുന്നവരെന്താണെന്ന് വെച്ചാൽ ആ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതാണ്, അല്ലെങ്കിൽ OTTയിൽ കാണുന്നതല്ല, ആ ഒരു തിരിച്ചറിവിന് വേണ്ടിയായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ മുടക്കിയ പൈസ മുതലാകുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഏതൊരു ആളും യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ ആരുടെ പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ആരുടെ റിവ്യൂ വീഡിയോ പോയി കാണണം. ഓക്കെ, അല്ലാതെ അവരുടെ ഇഷ്ടം കൊണ്ട് അവർക്ക് വരുമാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായില്ലേ. പിന്നെ ഒരു വ്യക്തി ഒരു സിനിമ ആ ദിവസം കാണുന്നുണ്ടെങ്കിൽ ഒരു റിവ്യൂവറിൻ്റെ വീഡിയോ മാത്രം കാണത്തില്ല. ആ ഒരു സിനിമ മികച്ച സിനിമയാണെങ്കിൽ ഒരു 15 വീഡിയോ ഇറങ്ങിക്കണമെങ്കിൽ അതിലൊരു 10 വീഡിയോ പോട്ടെ, ഒരു 8 വീഡിയോ എങ്കിലും ആ സിനിമയെക്കുറിച്ച് നല്ലതാണെങ്കിൽ ആ സിനിമ ഒരാൾക്ക് മനസ്സിലാവുമല്ലോ. ബാക്കിയുള്ളവർ വ്യൂസിന് വേണ്ടി നെഗറ്റീവ് പറഞ്ഞെങ്കിൽ ഇവിടെ ആ സിനിമ മെജോറിറ്റി യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ മെജോറിറ്റി ഇൻഫ്ലുവൻസർമാരും ഈ ഒരു മൂവിനെ പോസിറ്റീവായി പറഞ്ഞെങ്കിൽ ആ ഒരു മൂവി പോയി കാണണം. ഓക്കെ, പിന്നെ ഒരു യൂട്യൂബറിൻ്റെ റിവ്യൂ മാത്രം കണ്ടിട്ട് ആ സിനിമ കാണുന്നതും കാണാതെ നിൽക്കുന്നതും അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അവർ മണ്ടനല്ലേ. അത് നിങ്ങൾ ആലോചിക്കണം. ഒരു വ്ളോഗറിൻ്റെ ഒരു ടോപ്പിൽ നിൽക്കുന്ന വ്ളോഗറിൻ്റെ റിവ്യൂ കണ്ടിട്ട് ആ സിനിമ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ആ ഒരു വ്യക്തി പൊട്ടനായില്ലേ. അപ്പോൾ കുറച്ച് റിവ്യൂ കാണും, പിന്നെ പബ്ലിക്കായിട്ടുള്ള ഒപ്പീനിയൻ കാണും, എന്നിട്ട് ആ സിനിമ പോയി കാണും. അതല്ലേ വേണ്ടത്. അല്ലാതെ ഒരു സായി കൃഷ്ണൻ വന്ന് ആ സിനിമയുടെ ഒപ്പീനിയൻ പറഞ്ഞു വേറൊരു സായി കൃഷ്ണ ഒപ്പീനിയൻ അല്ലെങ്കിൽ പോയില്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വ്ളോഗർമാർ ഈ വീഡിയോ ചെയ്യുന്നത് അവരുടെ ടേസ്റ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഇന്ന അഭിപ്രായങ്ങൾ ഇന്ന തന്നെ പോരായ്മകൾ തോന്നി, ഈ സിനിമയിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ. അല്ലാതെ ഒരു വീഡിയോ കണ്ടിട്ട് ഈ സിനിമ ഞാൻ ഒരിക്കലും കാണത്തില്ല തീരുമാനിക്കുന്ന ഒരു പൊട്ടന്മാരല്ലേ. ഒരു വീഡിയോ കണ്ടിട്ട് ഈ സിനിമയെ ഞാൻ കാണത്തുള്ളൂ, മനസ്സിലായില്ലേ. നീ ഇതിന്റെ വാക്യാണ് കേൾപ്പിച്ചോ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഒരാൾ ഇറക്കി, അത് വിചാരിച്ചിട്ട് ആ പാർട്ടിയോട് എതിർക്കുന്നവരുണ്ടാവും, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. പറ്റ തള്ളി പറഞ്ഞോട്ടേ അതിരിക്കും. ചാനൽ ചർച്ച കേട്ടിട്ട് ഒരു വോട്ടിംഗ് സമയത്ത് ആരെങ്കിലും പോയിട്ട് ഒരു പാർട്ടിയെ തള്ളി പറയും. നിങ്ങൾക്കൊരു സിനിമ ഇഷ്ടമാണ്, ഒരു നടന ഇഷ്ടമാണ്, ഒരു സിനിമ കാണുന്നുണ്ട്, നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആ സിനിമ കാണാൻ പോയിട്ട് പോവാത്തൊരു സിറ്റുവേഷൻ എത്ര? വാട്ട്സ് ദ കൗണ്ട്? മിനിമം, വെരി മിനിമം. കൂട്ടിക്കണക്കിന് ആളുകളുണ്ട് അല്ലേ. ഞാൻ ചോദിക്കുന്നത് അതെ മിനിമം. പക്ഷേ ഇങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്സ് എത്തി കഴിയുമ്പോൾ ഇത് സ്പ്രെഡ് ആയിപ്പോ. ഓക്കെ, ഈ നെഗറ്റീവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇട്ട റിവ്യൂല് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. ആ സിനിമകളൊക്കെ വർക്കായിട്ടുണ്ട്. അതിലെന്തുകൊണ്ട് ഞാൻ പോസിറ്റീവ് ഇട്ടതുകൊണ്ട് സിനിമ വർക്കായി എന്തായാലും പറയാത്തത്? അങ്ങനെ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഞാൻ നല്ല കമന്റ്സ് പറഞ്ഞ സിനിമകളുണ്ട്. ആ സിനിമയുടെ തന്നെ അണിയറ പ്രവർത്തകരും സിനിമയിൽ അഭിനയിച്ചവരും അടക്കം ആ സിനിമയുടെ സീക്വൻസ് ഞാൻ പറഞ്ഞ എന്റെ റിവ്യൂ വെട്ടി സ്റ്റോറി സ്റ്റാറ്റസ് റീൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമ്മളെ സാധനം എടുത്ത് റീലാക്കി അവർ പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് ഇതാണ്, അവരൊന്നും പറയില്ല. ഇനി പറയുന്നതിന് വരെ അവരെന്ത് ചെയ്യും? നമ്മളെ വീഡിയോ കട്ട് ചെയ്യും. നമ്മൾ അവരോട് പറയുന്നുണ്ടോ കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ? ഇല്ല. ചെയ്യേണ്ട പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നത്? സ്റ്റോറി സ്റ്റാറ്റസ് ഉണ്ട്. ഒരുപാട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നെഗറ്റീവ് വരുമ്പോൾ മാത്രം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വൈ? പോസിറ്റീവ് വരും മാത്രം അംഗീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ദാറ്റ്സ് നോട്ട് മൈ ഫാൾട്ട്. എന്റെ പ്രശ്നമല്ല. പിന്നെ എന്റെ റിവ്യൂസിലും എന്റെ ഒപ്പീനിയൻസിലൊന്നും ഞാൻ എവിടെയും പറയാറില്ല. എന്ത് പോയി കാണുകയേ വേണ്ട, ആവശ്യമേ ഇല്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വിരലിൽ എണ്ണാവുന്ന 1-2. ഞാൻ ചോദിക്കുന്നത്, സോ അത്രേ ഉള്ളൂ. അതായത് ഒരു വ്ളോഗർ ഒരു സിനിമയെക്കുറിച്ച് പോസിറ്റീവ് പറഞ്ഞാൽ മൂവി വിജയിച്ച ആ വ്ളോഗറിൻ്റെ വീഡിയോ ആ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആ സിനിമ മേഖലയിലുള്ളവരൊക്കെ അവരുടെ ഇൻസ്റ്റാഗ്രാമിലിട്ട് സ്റ്റോറി ഇട്ട് വലിയ ആഘോഷമൊക്കെ ആ സിനിമ വിജയിച്ച. ആ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് വിചാരിച്ചാലും ചിലൊക്കെ കാണാറുണ്ട്. എന്തായാലും നെഗറ്റീവ് പറഞ്ഞാൽ ആ ഒരു വ്ളോഗറിനെ ഫുള്ള് തെറിയായി വിളിക്കലായി ഇതായി
നല്ലൊരു മികച്ചൊരു ഇത് കേട്ടോ. പിന്നെ സിനിമ തകരുന്നില്ല. ഒരു മൂവി എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാർ അത്ര കാണാതെ നിൽക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ തന്നെ. പിന്നെ ആൾക്കാർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കാണും. ഫസ്റ്റ് ഡേ ചിലപ്പോൾ കുറച്ച് കളക്ഷൻ കുറഞ്ഞെങ്കിലും പിന്നെ അത് വരും. ഓക്കെ, ഇപ്പോൾ എന്താ നിങ്ങൾ പറഞ്ഞ മറ്റേ മാളികാപുരം ഇപ്പോൾ 100 കോടി കഴിഞ്ഞില്ലേ, അതെന്താ സായി കൃഷ്ണൻ ഉണ്ടായതുകൊണ്ടാ? അല്ല, ആ സിനിമ വിജയിച്ചതുകൊണ്ട്. നല്ലൊരു സിനിമയാണെങ്കിൽ ആ സിനിമ 100 കോടി കഴിയും.